ഒന്നാമത് UDF ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. UDF അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ്. അവർ ആരെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ്. UDF-ന്റെ പുനഃസംഘടനയെയും മുന്നണി മാറ്റത്തെയും കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ശക്തമായി നിഷേധിച്ചു. മാണി സി കാപ്പൻ തന്നെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തങ്ങളുടെ വീട്ടിലും ഇവിടെയൊക്കെ കയറാറുണ്ട്. അങ്ങനെ ഒരു വരവ് തന്നെയാണ് ഇന്ന് വന്നത്. വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. അല്ലാതെ അജണ്ട വെച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു, അതിനടിസ്ഥാനമില്ലാതും പറഞ്ഞു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പാല വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അല്ല അതെ 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 പുള്ളി തന്നെ പറഞ്ഞത്. അല്ല അതിന് അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അദ്ദേഹം നിഷേധിച്ചു. ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇതൊക്കെ കേവലം വാർത്തകളാണ്, അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു. ഔദ്യോഗിക ചർച്ചകളൊന്നും ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ലല്ലോ. അതെ അതെ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു വാർത്ത. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതായത് വാർത്ത കാണാത്തതല്ല, ഞാൻ കണ്ടുപ്പോൾ. അതായത് നിലവിൽ അങ്ങനെ വാർത്ത വന്നപ്പോൾ അത് അദ്ദേഹം നിശ്ചയിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. മറ്റത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളും ഒക്കെ അഭ്യൂഹങ്ങളാണ് എന്ന് അദ്ദേഹം നിഷേധിച്ചു. മാത്രമല്ല ഔദ്യോഗികമായിട്ട് ഇത് സംബന്ധിച്ച് യാതൊരു ചർച്ച നടന്നിട്ടില്ല. നടക്കുമ്പോൾ നിങ്ങളോട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് ഇപ്പോൾ UDF-ലേക്ക് വരുന്നുള്ള ചർച്ച നടക്കുന്നു എന്ന ഒരു ആശങ്കയോട് കൂടിയാണ് അദ്ദേഹം അങ്ങനെ വന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ചും കൂടി ഉറപ്പിക്കേണ്ടതല്ല. അത് ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞ ചാനലിൽ വന്നല്ലോ. ഞാനും വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. മാണി സി കാപ്പന്റെ സന്ദർശനം പൂർണ്ണമായും സൗഹൃദപരമായിരുന്നുവെന്നും അതിൽ രാഷ്ട്രീയ അജണ്ടകളോ മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകളോ ഉണ്ടായിട്ടില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വ്യക്തിപരമായ സൗഹൃദത്തിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ നയങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വിശാല അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതനുസരിച്ച് ഇപ്പോൾ UDF-നോട് യോജിപ്പുള്ള ആ പാർട്ടികൾ, വ്യക്തികൾ ഒക്കെ ഒറ്റയും തെറ്റയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ ഇനിയും ആളുകൾ വരാനുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ തലത്തിലും പല നിലക്കും പല ഇനീഷ്യേറ്റീവ് നടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ അവരെ സമ്മതമില്ലാതെ അവരോട് ഒരു ചർച്ച നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല. ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. UDF-നുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്കും യാതൊരു വസ്തുതയുമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. നിലവിലെ മുന്നണി ഘടനയിൽ തന്നെ UDF ശക്തമായി മുന്നോട്ടു പോകുമെന്നും ഐക്യത്തോടെ ജനപ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് മുന്നണിയുടെ ലക്ഷ്യമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണെന്നും ഇത്തരം തെറ്റിദ്ധാരണകൾ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും PK കുഞ്ഞാലിക്കുട്ടി അഭ്യർത്ഥിച്ചു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.